ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച വിജയത്തിന് ശേഷം ടീം ഇന്ത്യ ബംഗ്ലാ കടുവകൾക്കെതിരെയുള്ള T20 പരമ്പരയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒക്ടോബർ 6 മുതലാണ് 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് T20 സീരീസിന് തുടക്കമാകാൻ പോകുന്നത്. സോ ഒക്ടോബർ 6-നാണ് ഇന്ത്യ ആദ്യ T20 ഗ്വാളിയറിലാണ് ഇന്ത്യ ബംഗ്ലാദേശിനായിട്ടുള്ള ആദ്യ T20 കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്തപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഞ്ജു സാംസൻ്റെ ആ ഒരു ബാറ്റിംഗ് പൊസിഷൻ ഏതായിരിക്കുമെന്ന്. നമുക്കറിയാം, ഇന്ത്യ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി പരിഗണിച്ചിരിക്കുന്നത് അഭിഷേക് ശർമ്മയെ മാത്രമാണ്. അതിനാൽ തന്നെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ആരായിരിക്കും ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? വളരെ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അത് മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ബംഗ്ലാദേശിനായിട്ടുള്ള T20 പരമ്പരയിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ മുൻപുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ റോളിൽ സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രോഹിത് ശർമ്മയ്ക്കൊപ്പമായിരുന്നു സഞ്ജു ബാറ്റിംഗിന് ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ട് അന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം വന്ന ശ്രീലങ്ക T20 സീരീസിലും സഞ്ജു തന്നെയായിരുന്നു ഓപ്പണറുടെ റോളിൽ എത്തിയത്. പക്ഷേ അതിലും 2 മത്സരത്തിലും അദ്ദേഹത്തിന് റണ്ണൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു സീരീസ് വരുമ്പോൾ വീണ്ടും ഓപ്പണറുടെ റോളിലേക്ക് സഞ്ജു എത്തുകയാണ്. അപ്പോൾ ഓപ്പണറുടെ റോളിൽ സഞ്ജുവിന് ശോഭിക്കാൻ സാധിക്കുമോ എന്നതാണ് എല്ലാ ആരാധകരും വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഓപ്പണറായി ഇറങ്ങിയ മത്സരങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ മലയാളി താരത്തിന് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഗൗതം ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം രണ്ടാമത്തെ T20 സീരീസിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടുള്ളത്. സോ ആ ഒരു സീരീസിൽ കൂടി മികച്ച പെർഫോമൻസ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ താരത്തിനെ സംബന്ധിച്ച് ഇനിയുള്ള പരമ്പരകളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചേക്കില്ല. അപ്പോൾ സഞ്ജുവിന് ഓപ്പണറായി ഇറക്കരുതെന്നിപ്പോൾ അഭ്യർത്ഥനമേ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനല്ല സഞ്ജുവിന് ചേരുന്നതെന്നിപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള ശ്രീലങ്കൻ താരം കുമാർ സംഗക്കാര. ഇന്ത്യൻ ടീമിൽ 4-ാം നമ്പർ സഞ്ജുവിന് നൽകണമെന്നാണ് സംഗക്കാര ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ച് പവർ പ്ലേക്ക് ശേഷം അദ്ദേഹം ബാറ്റിംഗ് ചെയ്യാനെത്തുന്നതാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. നമുക്കറിയാം, സഞ്ജുവിനെ വളരെയധികം അടുത്തറിയാവുന്ന ഒരു ആളാണ് സംഗക്കാര. കാരണം രാജസ്ഥാൻ റോയൽസിൻ്റെ ക്രിക്കറ്റ് ഡയറക്ടറായും ഹെഡ് കോച്ചായും കുറച്ച് സീസണുകൾ അദ്ദേഹം RRനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ രാഹുൽ ദ്രാവിഡ് RRൻ്റെ ഹെഡ് കോച്ച് റോളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ സഞ്ജുവിന് ബെസ്റ്റ് 7 ഓവറുകൾക്ക് ശേഷം ബാറ്റിംഗ് ചെയ്യാൻ ഇറങ്ങുന്നതാണ്. കാരണം നമുക്കറിയാം, പവർ പ്ലേയിൽ കൂടുതൽ അപകടകാരിയല്ല സഞ്ജു സാംസൺ. സോ അതിനാൽ തന്നെ പവർ പ്ലേക്ക് ശേഷം അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അയക്കുകയാണെങ്കിൽ അത് കൂടുതൽ അദ്ദേഹത്തിന് ഇന്നിങ്സിന് കരുത്ത് പകർന്നേക്കും. സഞ്ജുവിനെ പവർ പ്ലേയിൽ കളിപ്പിക്കാൻ പിച്ചിൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ കടന്നാക്രമിച്ച് കളിച്ച് വിക്കറ്റ് തുളയ്ക്കാനാണ് കൂടുതൽ സാധ്യത. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള T20 പരമ്പരയിലെ 2 മത്സരത്തിലും നമ്മൾ ഇത് തന്നെയായിരുന്നു കണ്ടത്. ഡെക്കിനായിരുന്നു സഞ്ജു മടങ്ങിയത്. എന്നാൽ പവർ പ്ലേ കഴിയുമ്പോഴേക്കും പിച്ചിനെ കുറിച്ച് ബാറ്റർമാർക്ക് ഏതാണ്ട് ആ ഒരു ധാരണ ലഭിക്കും. സോ അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുമ്പോൾ വളരെ അപകടകാരികളായി തന്നെ ബാറ്റർമാർക്ക് കളിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ സഞ്ജുവിനെ പോലൊരു അപകടകാരിയായിട്ടുള്ള ബാറ്ററെ പവർ പ്ലേക്ക് ശേഷം ഇറക്കണം, അല്ലെങ്കിൽ 4-ാം നമ്പറിൽ ബാറ്റിങ്ങിന് അയക്കണമെന്നാണ് ഇപ്പോൾ സംഘക്കാർ അഭിപ്രായപ്പെടുന്നത്. മധ്യ ഓവറുകളിൽ കൂടുതലും സ്പിന്നർമാരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ പവർ പ്ലേയിൽ ചിലപ്പോൾ സ്പിന്നർമാർ വരുമ്പോൾ അവിടെ സഞ്ജു പലപ്പോഴും പതറുന്നുണ്ട്. സോ അതിനാൽ തന്നെ സ്പിന്നിനെ നന്നായി നേരിടുന്ന സഞ്ജുവിനെ പവർ പ്ലേക്ക് ശേഷം അല്ലെങ്കിൽ മധ്യ ഓവറുകളിൽ അദ്ദേഹത്തെ ബാറ്റിങ്ങിന് അയക്കണമെന്നാണ് ഇപ്പോൾ സംഘക്കാർ അഭിപ്രായപ്പെടുന്നത്. സോ സഞ്ജുവിനെ അടുത്തറിയാവുന്ന ശ്രീലങ്കയുടെ മുൻ താരം നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള സംഘക്കാരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ബംഗ്ലാദേശിനായിട്ടുള്ള T20 സീരീസിൽ ഓപ്പണർ റോളിൽ തന്നെയായിരിക്കും മലയാളി താരം എത്താൻ പോകുന്നത്. കാരണം 3-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 4-ാം നമ്പറിൽ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ബാറ്റിങ്ങിനെത്താൻ പോകുന്നത്. സോ അതിനാൽ തന്നെ ഓപ്പണർ റോളിൽ തന്നെയായിരിക്കും ബംഗ്ലാദേശ് സീരീസിൽ സഞ്ജു സാംസനെ നമുക്ക് കാണാൻ സാധിക്കുക. കാത്തിരുന്ന് തന്നെ കാണാം എത്രത്തോളം ആ ഒരു പൊസിഷനിൽ സഞ്ജുവിന് ശോഭിക്കാൻ സാധിക്കുമെന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.